ഹലോ, ഹമീസ് കുക്കിംഗ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി ബീഫ് റോസ്റ്റിന്റെ റെസിപ്പിയുമായിട്ടാണ്. വളരെ എളുപ്പത്തിൽ വളരെ ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. ഇത് നമുക്ക് ചോറ്, ചപ്പാത്തി, ദോശ അങ്ങനെ എല്ലാത്തിന്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കോമ്പിനേഷൻ ആണ്. എല്ലാവരും വീഡിയോ കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക കേട്ടോ. അതുപോലെ ഹമീസ് കുക്കിംഗ് വേൾഡ് ഇതുവരേക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തവര് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാട്ടോ. അപ്പൊ ഞാൻ കൂടുതൽ പറയുന്നില്ല, നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോ ബീഫ് റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഞാനിപ്പോ ഒരു 1/2 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. ഇതിനെ അല്പം ചെറിയ പീസായിട്ടാണ് ഞാൻ കട്ട് ചെയ്ത് മാറ്റണത്. ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റിയ ബീഫിനെ ആദ്യം നല്ലപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം കേട്ടോ. എന്നിട്ട് നമുക്കിതിനെ കുക്കറിലിട്ട് വേവിച്ചെടുക്കാം. ബീഫിനെ ഞാനിപ്പോ കഴുകിയിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും പിന്നെ 1 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് 6 വിസിൽ വരുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പൊ 6 വിസിലായിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. എന്നിട്ട് ആവിയൊക്കെ നല്ല പോലെ പോയതിനു ശേഷം ബീഫിനെ പുറത്തെടുത്തിട്ട് വെള്ളത്തിൽ നിന്നും വാർത്തു വെക്കാം കേട്ടോ. ഇനി നമുക്ക് റോസ്റ്റ് ഉണ്ടാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് ഞാനൊരു പാനിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കുറച്ച് കറിവേപ്പിലയും ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കിന് നമുക്ക് ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന 3 സവാളയും 2 പച്ചമുളകും കൂടെ ചേർക്കാം കേട്ടോ. പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കാം. പിന്നെ സവാള പെട്ടെന്ന് സോഫ്റ്റ് ആയിട്ട് വരാനും വേണ്ടി ഞാൻ ഇതിലേക്ക് ഒരല്പം ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടെ നല്ലപോലെ ഇളക്കിയിട്ട് സവാള നല്ല ഗോൾഡൻ കളർ ആവുന്നത് വരെ വാട്ടിയെടുക്കാം. ഇപ്പൊ ദാ കണ്ടോ, സവാള നല്ല കളറായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ കളറായി വന്നാൽ മാത്രമേ സവാള നല്ല കളറായി കിട്ടുള്ളൂ. പിന്നെ റോസ്റ്റിന് നല്ല ടേസ്റ്റും ഉണ്ടാവുള്ളൂ കേട്ടോ. ഇനി നമുക്കിതിലേക്ക് തക്കാളിയാണ് ചേർക്കേണ്ടത്. തക്കാളി ഇപ്പൊ ഞാൻ 2 വലിയ തക്കാളിയാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. ചെറുതാണെങ്കിൽ 3 എണ്ണം ഒക്കെ ചേർക്കാം. ഇനി തക്കാളിയും കൂടെ നല്ല പോലെ ഇതിലേക്ക് ഇളക്കിയിട്ട് തക്കാളിയൊക്കെ മാക്സിമം ഇതിൽ അലിയിച്ചെടുക്കണം കേട്ടോ. എന്നാലേ റോസ്റ്റിൽ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. തക്കാളി കാണുകയെ ചെയ്യരുത്, അങ്ങനെ ആക്കിയെടുക്കണം. ഇപ്പൊ ദാ കണ്ടോ, തക്കാളി സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർക്കാം. ഞാനിപ്പോ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1.5 ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർക്കുകയാണ്. മുളക് പൊടി നിങ്ങളുടെ ഓരോരുത്തരുടെയും എരിവിനനുസരിച്ചിട്ട് കൂട്ടാട്ടോ. ഞാൻ വളരെ കുറച്ചിട്ടേ ഇടുള്ളൂ. അപ്പോ കൂടുതൽ എരിവ് വേണം എന്നുള്ളവർക്ക് മുളക് പൊടി ഇനിയും കൂട്ടാം. പിന്നെ ഇപ്പൊ ഞാൻ ഇതിലേക്ക് ചേർക്കാൻ പോണത് ഒരു 1/2 ടീസ്പൂണോളം ഗരം മസാല പൊടിയാണ് കേട്ടോ. പിന്നെ 1 ടേബിൾ സ്പൂണോളം തന്നെ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. ഇനിയിപ്പോ ഞാൻ ചേർക്കുന്നത് വേവിച്ച് വെച്ച ബീഫാണ് കേട്ടോ. ഇതിന്റെ കൂടെ തന്നെ ഇത് വേവിക്കാനായിട്ട് എടുത്തിരുന്ന വെള്ളത്തിൽ നിന്നും ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ബീഫും മസാലയും ഒക്കെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. പിന്നെ ഉപ്പ് ചേർക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ ബീഫ് വേവിക്കാൻ ഓൾറെഡി ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. സവാള സോഫ്റ്റ് ആയി വരാനും വേണ്ടിയിട്ട് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഉപ്പ് കൂടി പോവാനായിട്ട് ചാൻസ് ഉണ്ട്. വളരെ ശ്രദ്ധിച്ച് മാത്രം ഉപ്പ് ചേർക്കുക കേട്ടോ. ഇപ്പതാ ഞാൻ എല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനെ അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യാം. ഇനി ഇതിലേക്ക് അഡീഷണൽ ആയിട്ട് വെള്ളമൊന്നും ചേർക്കരുത് കേട്ടോ. ഇങ്ങനെ ലോ ഫ്ലെയിമിലിട്ട് ഒരു 15 മിനിറ്റോളം കുക്ക് ചെയ്തെടുക്കണം. ഇടക്കൊന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് നല്ല ഡാർക്ക് കളർ ആവുന്നത് വരെ ഇതിനെ വീണ്ടും ഇളക്കി കൊടുത്തിട്ട് കുക്ക് ചെയ്തോണ്ടേ ഇരിക്കുക. ഇപ്പൊ ഏകദേശം 15 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ദാ ബീഫിന്റെ എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക.
എന്നിട്ട് നിങ്ങളുടെ കയ്യിൽ മല്ലിയില ഉണ്ടെങ്കിൽ അതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ മല്ലിയില നിർബന്ധമില്ല, ഓപ്ഷണൽ ആണ് കേട്ടോ, ഉണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. അങ്ങനെ ഇപ്പോ നമ്മുടെ കിഡിലൻ ബീഫ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കട്ടോ, വളരെ ടേസ്റ്റി ആണ്. തീർച്ചയായിട്ടും ആർക്കും തന്നെ ഇഷ്ടപ്പെടാത്തവരായിട്ട് ഉണ്ടാവില്ല. അപ്പോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ട്രൈ ചെയ്ത് നോക്കിയവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യുക കേട്ടോ. പിന്നെ ഈ ചാനൽ ഇതുവരേക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തവര് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. മാത്രമല്ല തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിനുശേഷം വരുന്ന ഓൾ എന്ന ഓപ്ഷനും കൂടെ മറക്കാതെ പ്രസ് ചെയ്ത് വെക്കണേ. എന്നാൽ മാത്രമേ ഈ ചാനലിലെ പുതിയ അപ്ഡേഷനുകൾ ഉടനെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുള്ളൂ. അപ്പൊ നമുക്ക് വീണ്ടും ഒരു പുതിയ റെസിപ്പിയുമായിട്ട് കാണാം.